ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ. മലയാളം ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ. ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട് ആകെക്കൂടെ ഇല്ല മനസ്സിളകി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പൊടി കുഞ്ഞുങ്ങൾ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട വാവച്ചികളുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അതും ഒരു വിഷയം. പിന്നെ ഓരോ എൻ്റെ ദൈവമേ, കൈയും കാലും ഒക്കെ എടുത്ത് മാറ്റി അത് സെപ്പറേറ്റ് ഞുള്ളി പറക്കുന്നതൊക്കെ കണ്ടിട്ട്, സഹോദരങ്ങൾ പറക്കിയെടുക്കുന്ന കണ്ടിട്ട് ഭയങ്കര സങ്കടം. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ നമ്മളെത്ര അഹങ്കരിച്ചിട്ടോ, നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ, നമ്മൾ ഓരോരുത്തരെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞു, എൻ്റെ ഭാര്യ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം അനാവശ്യങ്ങൾ ഈ ആണുങ്ങൾ പറഞ്ഞ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും പറയാം പെണ്ണ് ശരിയല്ല, പെണ്ണിൻ്റെ കാര്യങ്ങൾ ശരിയല്ല. ഈ ആണുങ്ങൾക്ക് എന്തിൻ്റെ അഹങ്കാരം? എല്ലാവരും അല്ല കേട്ടോ. ഇങ്ങനെയും 10 ആണുങ്ങളുണ്ടെങ്കിൽ അതിൽ 2 ഞരമ്പ് രോഗികളാണ്, ബാക്കി 8 തള്ളയ്ക്കും തന്തയ്ക്കും ജനിച്ച ആൾക്കാരായുണ്ട്. അവർ നല്ല അമ്മയുടെ പാല് കുടിച്ച് വളർന്ന മക്കളായതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ അനാവശ്യമൊന്നും തോന്നേയില്ല. സത്യം തോന്നുന്നില്ല, അനാവശ്യം പറയാൻ നടക്കത്തുമില്ല. പക്ഷെ ഒരു ഉളുപ്പും ഇല്ലാണ്ട്. പക്ഷേ അതിലും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടതേ. ഇനി അവനൊക്കെ എവിടെ പോയി ജീവിക്കാൻ? ഈ ഒരു ദുരന്ത സമയത്ത് പോലും ഇവരുടെയൊക്കെ ഈ കാമവെറി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒന്ന് തന്നെയല്ലേ. നമ്മൾ ആലോചിച്ച് പോകുന്നത് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ കാരണം, റീസൺ. എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ? എന്നാൽ നന്നായി പെങ്ങളെ എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു മനസ്സിന് നന്ദി എന്ന് പറയാൻ അവർക്ക് തോന്നാണ്ട് ഇങ്ങനൊരിത്. തമിഴിലൊരു പഴമൊഴിയുണ്ട്, കോഴി കുരുടാ ഇരുന്നാലും അടിച്ച് കുളമ്പ് വെച്ച രുസിയാത്താ ഇരിക്കും. ഇങ്ങനൊരു പഴമൊഴിയുണ്ട്. കാരണം കോഴി ഇനിയിപ്പോൾ എങ്ങനത്തെ ആയിരുന്നാലും അത് കറി വെച്ചാൽ, അത് ചത്തതാണെങ്കിലും ചീഞ്ഞാണെങ്കിലും കറി വെച്ചാൽ രുചിയുള്ളതായിരിക്കും, അത്ര തന്നെ. അതാണ് ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ദൈവം. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വലുതായിട്ടൊന്നും പറയാനില്ല. കാരണം കയറി കിടക്കാൻ എനിക്കെന്ന് പറയുന്ന ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിയുടെ 2 മക്കൾ, ഞാൻ, പിന്നെ എൻ്റെ പൊടിവാവ എല്ലാം ആയിട്ടൊക്കെ കഴിയുന്നതാണ്. എന്നാൽ പോലും 1, 2, 3 പേർക്ക് കയറി കിടക്കാൻ, സന്തോഷമായി കിടക്കാൻ, ഞങ്ങളോടൊപ്പം കഴിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. അത് കുടുംബമായിട്ടുള്ളവരാണെങ്കിലും അമ്മയും അച്ഛനുമായിട്ടുള്ളവർ ആണെങ്കിലും, ഇല്ല പെൺകുട്ടികളാണെങ്കിൽ പോലും വന്ന് താമസിക്കാം. പെൺകുട്ടികൾ, കൊച്ചു ആൺകുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ പൊന്നുമക്കളെ. ആൻറ്റി ഉണ്ട്, കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലവും ഇല്ലെങ്കിൽ, ഇല്ല ആരുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എൻ്റെ പൊന്നുമക്കൾ. കയറിപ്പോന്നേരെ ഒന്നും വിഷമിക്കണ്ട. ആൻറ്റി ജീവനോടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പട്ടിണി കിടക്കില്ല. ആൻറ്റി ഉണ്ടോ ഇല്ലയോ എൻ്റെ മക്കളുടെ വയറ് കാലിയാക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. എനിക്കിത് പറയാനുള്ളൂ. ചിലപ്പോൾ ഉപ്പും കഞ്ഞിയും ആയിരിക്കും, എന്നാലും നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. വലിയ ബംഗ്ലാവൊന്നുമല്ല, ഒരു 2 റൂമും ഒരു ഹാളും, കിച്ചണൊന്നും ഇല്ല. കിച്ചണൊക്കെ കെട്ടാനുള്ള നിവൃത്തിയുള്ള ഒരു വ്യക്തി അല്ല ഞാൻ. ഇപ്പം അതൊക്കെ കെട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ്. എങ്കിൽ പോലും ഒരു ഷെഡ് പോലെ അടിച്ചിട്ടൊക്കെയാണ് ആൻറ്റി കഞ്ഞി വയ്ക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. എങ്കിൽ പോലും അച്ഛനും അമ്മയും ഇല്ലാത്ത 2 മക്കളെ ഞാൻ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടല്ല പിള്ളേരെ നോക്കിയത്. എന്നാൽ എൻ്റെ പൊന്നുമക്കൾക്ക് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എൻ്റെ മക്കൾ കയറി വന്നാൽ
അതുകൊണ്ട് ആൻറ്റിയുടെ വാതിൽ എപ്പോഴും വീടിൻ്റെ വാതിൽ തുറന്ന് തന്നെ ഉണ്ടാവും. പിന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ള മക്കളാണെങ്കിൽ ശരി, തുടർ പഠനത്തിനാണെങ്കിൽ സർട്ടിഫിക്കറ്റ് പോയാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു വിഷയമുള്ളതല്ല. പണ്ടത്തെ പോലെ ഫയലിലൊന്നും കൊള്ളിച്ച് വെച്ചിരിക്കുന്നതല്ല. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലായതുകൊണ്ട് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ അടിച്ചാൽ കമ്പ്യൂട്ടർ വഴി കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തുടർന്ന് പഠിക്കണമെങ്കിലും ശരി, ഇല്ല പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മുന്നോട്ടുള്ള ജീവിത മാർഗ്ഗമാണെങ്കിലും ഞാൻ ചെയ്തു തരും, ഞാൻ ഒരുക്കി തരും. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. എനിക്ക് ആൻറ്റിക്കിപ്പോൾ വയ്യ, പനി പിടിച്ച് തുമ്പ് ലെവലില്ലായിരിക്കുകയാണ് എന്ന് വെച്ച് ആൻറ്റി പൊട്ടത്തരം വിളിച്ച് പറയുവാണെന്ന് എൻ്റെ പൊന്നുമക്കൾ കരുതണ്ട. എനിക്കിപ്പം 32 വയസ്സ് കഴിഞ്ഞത് 33 വയസ്സാവുന്നു. എന്നാൽ പോലും എൻ്റെ കുഞ്ഞുമക്കൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആൻറ്റിയുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് കയറി വന്നു. ആൻറ്റി പട്ടിണിയായാലും എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാവില്ല, ഉറപ്പ്. 100-ൽ 101% ഉറപ്പ്. പിന്നെ ഈ വീട്ടിൽ അരമന പോലത്തെ വീട്ടിലേ ഞാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളിടത്ത് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് നമുക്ക് ജീവിക്കാം ശിഷ്ടകാലം. പോന്നേരം കേട്ടോ.